ومنع قوم القياس الجزئي الحاجي أي الذي تدعو الحاجة إلى مقتضاه إذا لم يرد نص على وفقه في مقتضاه كضمان الدرك. ഹാജിയായ ഖിയാസ്. ഹാജി പറഞ്ഞാല് ഹാജത്തുള്ള നിസ്ബയാണ്. ഹാജത്തുള്ള നിസ്ബ. അപ്പൊ ഹാജത്തുമായി ബന്ധപ്പെട്ട ഖിയാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിനാൽ സുബൂത്താകുന്നത് എന്താണോ ആ ഹുക്കുമിലേക്ക് എന്തിട്ട് ഹാജത്ത് ഉണ്ട്, ഹാജത്ത് അതിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഖിയാസ്, അതായത് ഒരു ഖിയാസ്, ആ ഖിയാസ് കൊണ്ട് സുബൂത്താവുന്നതായിരിക്കുന്ന ഹുക്കുമ് അത് ആവശ്യ, ഹാജത്ത് എല്ലാവർക്കും ആവശ്യമുള്ളതായിരിക്കുന്ന ഒരു ഹുക്കുമ. അങ്ങനത്തെ ഖിയാസ് അതെന്ത് ചെയ്യൂല, അത് ആ ഖിയാസ് ഹുജ്ജത്താകൂല. ഇദാലമേതി നസ്സുൻ അലാ വിഫ്ഖിഹി, അതിനോട് യോജിച്ചുകൊണ്ട് നസ്സ് വരാത്തോളത്തോളം കാലം അതെന്താവൂല, അത് പിന്നെ ദലീലാവൂല, ലക്ഷ്യം പിടിക്കാൻ പറ്റൂല. ഉദാഹരണം വമാനുദ്ദറക്ക്. വമാനുദ്ദറക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഈ ഉസൂല ഓതുമ്പോൾ ഫിഖ് നല്ലോണം ഇസ്തിഹ്ദാറുമാണ്, എന്നാലേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പൊ ഈ വമാനുദ്ദറക്ക് അല്ലെങ്കിൽ വമാനുൽ ഉഹ്ദ എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, സമനിന് ജാമ്യം നിൽക്കുക എന്നാ പറഞ്ഞാല്. ഒരാളൊരു സാധനമായിട്ട് വന്നു, ആളെ പറ്റി നമുക്ക് അറിയില്ല, ഒരു അജ്ഞാതനാ, ഒരു വിദേശിയാ. ഓൻ്റെ അടുത്ത് ഒരു സാധനം ഉണ്ട്, ആ സാധനം വിൽക്കാൻ വെച്ചേക്കുക. ഞമ്മക്ക് അറിയില്ല ഓനെ ആരാൻ്റെ കെട്ടെടുത്തതാണോ, ആരാൻ്റെ കവർച്ച ചെയ്തതാണോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും വാടകയ്ക്ക് വാങ്ങിയാണ്ട് വിൽക്കുകയാണോ, ഒന്നും ഞമ്മക്കറിയില്ല. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്യൂല, അത് വാങ്ങാൻ ധൈര്യം കാട്ടൂല. അപ്പൊ ഒരു ചങ്ങായി എന്നിട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞു, ധൈര്യമായിട്ട് വാങ്ങിക്കോ. ആ സാധനം ആരാൻ്റെതാണ് എന്ന് തെളിയുകയും അതിന്റെ ഉടമസ്ഥൻ അത് വാങ്ങി എടുത്തു കൊണ്ടുപോവുകയും ചെയ്താൽ, കാരണം ഒരു വസ്തുവിന്റെ ഉടമസ്ഥൻ ആ വസ്തു എവിടെ കണ്ടാലും ഓൻ എടുത്തുകൊണ്ട അധികാരമുണ്ട്, ഓൻ എടുത്തുകൊണ്ടുപോവുകയും ചെയ്താൽ ഈ കൊടുത്ത വില എനിക്ക് പഴയാവൂല, അത് ഞാനാണ്ട് തരും എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, ജാമ്യം നിൽക്കുക. ഇതിനാണ് ദമാനുദ്ദറക്ക് അല്ലെങ്കിൽ ദമാനുൽ ഉഹ്ദ എന്നൊക്കെ പറഞ്ഞത്. സമന് ജാമ്യം നിൽക്കുക. ആർക്ക് സമന് ജാമ്യം നിൽക്കുക? മുഷ്തരിക്ക് സമന് ജാമ്യം നിൽക്കുക. എപ്പോ മബീഅ് അത് മുസ്തഹഖാണ്, ആരാന്റെ സാധനാണ് എന്ന് തെളിഞ്ഞാല്, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും അയ്ബുണ്ട് എന്ന് തെളിഞ്ഞാല് അതിന്റെ നഷ്ടപരിഹാരത്തിന് എന്ത് ചെയ്യുക, അത് പിന്നെ ജാമ്യം നിൽക്കുക. ഈ ജാമ്യം എന്തിനോട് നമ്മൾ കിയാസാക്കിയാല്, അതുപോലത്തേനോട് കിയാസാക്കിയാൽ അത് പാടില്ല എന്നാ വരിക. എന്തുകൊണ്ട് വെച്ചാൽ സുബൂത്താകാത്ത ഒരു കടത്തിന് ജാമ്യം നിൽക്കലാണ്. ഇതുവരെയും സുബൂത്താകാത്ത ഒരു കടത്തിന് ഒരാൾ ജാമ്യം നിന്നാല് സഹിയാവില്ല. അപ്പൊ ഒരാൾ പറയാണ്, എൻ്റെ ഭാര്യക്ക് ഈ നാളെ കൊടുക്കാനുള്ളതായിരിക്കുന്ന കടത്തിന്, അല്ലെങ്കിൽ ഭാര്യനോട് എൻ്റെ ഭർത്താവ് എനിക്ക് നാളെ തരാനുള്ള ചെലവിന് ഞാൻ ജാമ്യം എന്ന്. അല്ലെങ്കിൽ പറഞ്ഞ് പിന്നെ ഈ നാക്ക് കടം കൊടുത്ത ആളാ, ഞാൻ അതിന് ജാമ്യാണ്. കടം കൊടുത്താൽ അതിന്റെ ബദല് ഇതുവരെ കൊടുക്കലോടുകൂടെ സുബൂത്താവുള്ളൂ. അപ്പൊ പറയാണ്, നേരോടുകൂടെ അവൻ പറയാണ്, ഇത് ഞാന് ജാമ്യം നിന്നോളാം, ഈ കടം കൊടുത്ത ആളാന്നാണ്. അല്ലെങ്കിൽ ഈ ഇപ്പൊ പിന്നെ വാങ്ങാൻ പോകുന്നതായിരിക്കുന്ന വിൽക്കാൻ പോകുന്ന ആ സാധനത്തിന്റെ ആ വിലക്ക് ഞാൻ ജാമ്യം എന്നൊക്കെ പറഞ്ഞാൽ, സുബൂത്താകാത്ത ഒരു കടം സുബൂത്താകാത്തോളത്തോളം കാലം അതിന് ജാമ്യം നിന്നാൽ ജാമ്യം സഹിയല്ല എന്നുള്ളതാണ്. എന്നതുപോലെ ഇവിടെ പോയി പിന്നെ മുഷ്തരിക്ക് വാങ്ങിയാക്കി വില, ബായനോട് വില ചോദിക്കാനുള്ളതായിരിക്കുന്ന അവകാശം, അത് ഈ മബീഅ് ആരാൻ്റെതാണ് എന്ന് തെളിഞ്ഞ് എടുത്തുകൊണ്ടുപോകുമ്പോഴേ സുബൂത്താകുന്നുള്ളൂ. അപ്പൊ സുബൂത്താകാത്ത ഒരു കടത്തിന് ജാമ്യം നിൽക്കലാണ് ദമാനുദ്ദറക്ക്. അപ്പൊ ദമാനുദ്ദറക്കിനെ മറ്റ് കടങ്ങളോട്, സുബൂത്താകാത്ത കടങ്ങളോട് കിയാസാക്കിയാൽ ആ കിയാസിന്റെ താല്പര്യം എന്താണ്? ദമാനുദ്ദറക്ക് സഹിയാകാതെക്കലാണ്.
എന്നാലും സമാനുദ്ധറക്കാണെങ്കിൽ അത് സഹിയാകൽ അത്യാവശ്യമാണ്. കാരണം അത് സഹിയായി കിട്ടിയാൽ അപരിചിതരോട് ഞാൻ അവരുമായി ഇടപാട് ചെയ്യുമ്പോഴൊന്നും ആർക്കും പേടിച്ചണ്ട. അപ്പൊ ഇവിടെ ഇത് ഹാജിയായ കിയാസ്. പക്ഷെ ഈ കിയാസ് ഈ പറഞ്ഞ തഫ്സീർ അനുസരിച്ച് ഹാജി ആവൂല കേട്ടോ. കാരണം ഹാജി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ താല്പര്യത്തിലേക്ക് ഹാജത്ത് ക്ഷണിക്കുന്നത് എന്നാ തഫ്സീറാക്കി. ഇവിടെ അതിന്റെ താല്പര്യത്തിന്റെ എതിർക്കാണ് ഹാജത്ത് ക്ഷണിക്കുന്നത്. കാരണം സമാനുദ്ധർക്കിന് മറ്റേ തുബൂത്താകാത്ത ദൈനികളോട് കിയാസാക്കലിന്റെ മുക്തവ സഹിയാകാതെക്കലാണ്. സഹിയാകലാണ് ആവശ്യം, സഹിയാകാതെക്കലല്ല. അപ്പോ ഇത് റമാനുദർക്ക് ഹാജിക്ക് എങ്ങനെയാണ് ഉദാഹരണം പറഞ്ഞാൽ ഷാരിഞ്ഞ് എത്തിറാവാക്കുന്നുണ്ട്. അപ്പൊ ഇതേതായാലും ഇതാണ് ഇപ്പൊ റമാനുദർക്ക്. وهو ضمان ثمن للمشتري إن خرج المبيع مستحقا. റമാനുദർക്ക് എന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യാ? അത് വിലക്ക് ജാമ്യം നിൽക്കലാണ്. ആർക്ക് ജാമ്യം നിൽക്കൽ? മുഷ്തരിക്ക് ജാമ്യം നിൽക്കുക. ആരാൻ്റെതാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ, ആരാൻ്റെത് കട്ടെടുത്ത് വിറ്റതാണ് അല്ലെങ്കിൽ കവർ ചെയ്ത് വിറ്റതാണ് എന്ന് വെളിവായാൽ സ്വാഭാവികമായിട്ടും ഉടമസ്ഥനെ എടുത്തുകൊണ്ടാവും. അപ്പൊ ആർക്ക് സമയം നഷ്ടപ്പെട്ടു? മുഷ്തരിക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ ഒരാള് പറയാ അങ്ങനെ വന്നാൽ ഈ കൊടുത്ത വില ഞാൻ തരാം എന്ന്. പിന്നെ അൽ കിയാസ് കിയാസ് എന്റെ മുക്തവത പാടില്ലാന്ന്. എന്നഹു ലമാനും അലംയജിബ്. കാരണം അത് ഇതുവരെയും സുബൂത്താകാത്ത ഒരു കടത്തിന് ജാമ്യം നിൽക്കലാണ്. വഅലൈഹി ഇബ്നു സുറൈജിൻ, അത് പറ്റൂല, ലമാനുദർക്ക് പറ്റൂല എന്നാണ് ഇബ്നു സുറൈജ് തങ്ങളുടെ അഭിപ്രായം. വലസഹു സിഹ്ഹതുഹു, അസഹ് എന്താ? അസഹ് അത് സഹിയാവുന്നതാണ്. ഇതിനു വേണ്ടി ഉമൂമിൽ ഹാജത്തി ഇലൈഹി ലിമുആമലത്തിൽ ഖുറബാഇ വഗൈരിഹിം. ലാകിൻ ബഅദ ഖബ്ദി സമനി, പക്ഷെ എപ്പോഴേ ലമാനുദർക്ക് സഹിയാവുള്ളൂ? അത് ബായ മുഷ്തരിന്റെ അടുത്തുനിന്ന് സമന് വാങ്ങിയ ശേഷം. ബഅദ ഖബ്ദി സമനി അല്ലദീ ഹുവ സബബുൽ വുജൂബ്. അപ്പൊ അവിടെ വുജൂബ് ഉണ്ടാകുന്നത് എപ്പോഴാണ്? അത് പിന്നെ മബീഅ മുസ്തഹഖാണ് എന്ന് തെളിഞ്ഞു അടുത്തുകൊണ്ടുപോകുമ്പോഴാണ്. നേരെ മറിച്ച് പിന്നെ അത് സുബൂത്താകാനുള്ള കാരണം ഏതാണ്? അത് സമൻ മുഷ്തരിന്റെ അടുത്തുനിന്ന് ബായ സമന് കബുദ് ചെയ്യല. അപ്പൊ ബായ മുഷ്തരിന്റെ അടുത്ത് സമന് കബുദ് ചെയ്ത ശേഷം ആ കബുദാണ് വുജൂബിന്റെ കാരണം. ആ കാരണം ഉണ്ടായ ശേഷം ചെയ്യാൻ പറ്റും, റമാനുദർക്ക് പറ്റും. അല്ലദീ ഹുവ സബബുൽ വുജൂബി ഹൈഥു യഖ്റുജുൽ മബീഉ മുസ്തഹഖാ വൽമിസാലു ഗൈറു മുതാബിഖിൻ. റമാനുദർക്ക് ഹാജിയായ ഖിയാസിന് യോജിച്ച ഉദാഹരണമല്ല. ഫഇന്നൽ ഹാജത ദാഇയത്തുൻ ഫീഹി ഇലാ ഖിലാഫിൽ ഖിയാസ്. കാരണം ഹാജത്ത് ഇവിടെ ഖിയാസിന്റെ താല്പര്യത്തിന്റെ എതിരിലേക്കാണ് ക്ഷണിക്കുന്നത്. ഇല്ലാ യുഫസ്സറ ഖൗലുൽ ഹാജി ബിമാ തദഉൽ ഹാജതു ഇലൈഹി ഔ ഇലാ ഖിലാഫിഹി. എങ്ങനെ ആലോചിച്ച് ഹാജിയായ ഖിയാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ എതിരിലേക്ക് എന്ത് ചെയ്യും? ഹാജത്ത് ക്ഷണിക്കും എന്ന് വ്യാഖ്യാനിക്കുക. അപ്പൊ ഹാജിയായ ഖിയാസ് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് അതിന്റെ എതിരിലേക്ക് ഖിയാസ് പിന്നെ ഹാജത്ത് ക്ഷണിക്കുന്നത്, ഏതുപോലെ റമാനുദർക്ക് പോലെ. മറ്റൊന്ന് അതിന്റെ താല്പര്യത്തിലേക്ക് ഹാജത്ത് ക്ഷണിക്കുന്നത്. ഇങ്ങനെ രണ്ടായാലും ഹാജിയായ ഖിയാസ് തന്നെയാണ് എന്ന് ഹാജിയായ ഖിയാസിന്റെ വിശദീകരണം പിന്നെ എന്ത് വ്യാപിപ്പിക്കുക. അതിന് രണ്ട് വകുപ്പുണ്ടാകുന്ന രൂപത്തിൽ. എന്നാലേ ഈ ഉദാഹരണം ചെയ്യുള്ളൂ, ഹാജിയായ ഖിയാസിന് ഉദാഹരണമാവുകയുള്ളൂ. ഫഇന്നൽ മസ്അലത മഅഖൂദത്തുൻ മിൻ ഇബ്നിൽ വക്കീൽ.
ഈ മസല മുസന്നിഫ് എവിടുന്ന് പിടിച്ചതാണ്? ഇബ്നുൽ വക്കീൽ എന്ന് പറഞ്ഞിട്ട് ഉസൂലിയും ഫഖീഹുമായ ഒരു മഹാനുണ്ട്. അവർക്ക് ഖുലാസ എന്നൊക്കെ പറഞ്ഞിട്ട് കിതാബ് ഉസൂലു ഫിഖിലുണ്ട്. അവരെ അടുത്തുനിന്ന്, അവരെ കലാമെന്ന്, അവരെ കിതാബിന്ന് എടുത്തതാണ്. വഖദ് ഖാല, ഇബ്നുൽ വക്കീൽ എങ്ങനെയാ പറഞ്ഞത്? ഖാഇദ അൽ ഖിയാസുൽ ജുസിയ്യു ഇദാ ലം യരിദ് മിനൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബയാനുൻ അലാ വഖ്തിഹി مع عموم الحاجة إليه في زمانه أو عموم الحاجة إلى خلافه هل يعمل بذلك القياس فيه خلاف എന്ന് പറഞ്ഞു. ഇത് ഒരു ജുസിയായ ഖിയാസ് എന്ന് പറഞ്ഞാൽ ഒരു 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 ഖിയാസിന്റെ ഫർദുകളിൽപ്പെട്ട ഒരു ഫർദ്, ഒരു ഖിയാസ്. ഇദാലം യരിദ് മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബയാനുൻ അലാ വഖ്തിഹി, അതിനോട് യോജിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ ഒന്ന് ബയാൻ വന്നില്ല. ഉമൂമിൽ ഹാജത്തി ഇലൈഹി ഫീ സമാനിഹി, റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ അത് ആവശ്യമാണ് എന്നതിനോടുകൂടെ, അല്ലെങ്കിൽ അതിന്റെ എതിര് ആവശ്യമാണ് എന്നതിനോടുകൂടെ ആ ഖിയാസ് ഹൽ യുഅമലു ബിദാലിക്കൽ ഖിയാസി, ആ ഖിയാസ് കൊണ്ട് അമൽ ചെയ്യാൻ പറ്റുമോ എന്നതിൽ രണ്ട് ഖിലാഫുണ്ട്. അപ്പൊ അവരെ വാക്കിന്ന് മനസ്സിലായി ഹാജിയായ ഖിയാസ് എന്ന് പറഞ്ഞാൽ രണ്ട്, അതിന്റെ മുക്തവയിലേക്ക് ഹാജത്ത് തേടുന്നതും അതിന്റെ എതിരിലേക്ക് ഹാജത്ത് തേടുന്നതും. അപ്പൊ എതിരിലേക്ക് ഹാജത്ത് തേടുന്നതാണ് ദമാനുദ്ദറക്കിന്റെ ഖിയാസ്. ദമാനുദ്ദറക്കിനെ മറ്റ് സുബൂത്താകാത്ത ദൈനികളോട് ഖിയാസാക്കിയ സഹിയാവൂല എന്നാ വരുന്നത്. ഹാജത്ത് തേടുന്നത് സഹിയാകലിലേക്കാണ്. പിന്നെ അവരെന്ത് ചെയ്യുന്നു? അതിന് കുറെ ഉദാഹരണം പറഞ്ഞു. മിൻഹ, ഉദാഹരണത്തിൽ പെട്ടതാണ് ദമാനുദ്ദറക്കി. ദക്കറഹു കമാ തഖദ്ദം. ദമാനുദ്ദറക്ക് എന്ത് ചെയ്തു? അവർ നമ്മൾ മുമ്പ് വിശദീകരിച്ച അതേ വിശദീകരണം അതിന് കൊടുത്തു. വഹുവ മിസാലുൽ ഷിഖ്ഖി സാനി, അത് രണ്ടാമത്തെ ഷിഖ്ഖിന്, അതായത് അതിന്റെ എതിരിലേക്ക് ഹാജത്ത് ക്ഷണിക്കുന്നതിന് ഉദാഹരണമാണ്. ഒമിനാ, അതിൽ പെട്ടതാണ് വഹുവ മിസാലുൽ അവ്വലി, അവ്വലിന്റെ മിസാലായ, അതായത് അതിന്റെ താല്പര്യത്തിലേക്ക്, അതിന്റെ മുക്തതയിലേക്ക് ഹാജത്ത് ക്ഷണിക്കണേ. സ്വലാത്തുൽ ഇൻസാനി അലാ മൻ മാത മിനൽ മുസ്ലിമീന ഫീ മശാരിഖിൽ അർദി വമഗാരിബിഹാ വഗുസിലൂ വകുഫിനൂ ഫീ ദാലിക്കൽ യൗം. ഒരാളെന്ത് ചെയ്യാ? എല്ലാ ദിവസവും ലോകത്തിന്റെ നാനാഭാഗത്തും മരിച്ച് കുളിപ്പിച്ച് കഫൻ ചെയ്ത എല്ലാവരുടെ മേലും മയ്യത്ത് നിസ്കരിക്കുക. ആ മയ്യത്ത് നിസ്കരിക്കൽ അതിലേക്ക് ഹാജത്ത് ക്ഷണിക്കും. കാരണം അങ്ങനെ മയ്യത്ത് നിസ്കരിച്ചാൽ ആരമേലാണ് നിസ്കരിക്കുന്നത് അവർക്കെല്ലാം ഉപകാരം കിട്ടും. ഓർക്കൊക്കെ ഷഫാഅത്താവും, ഓർക്കൊക്കെ ഇസ്തിഗ്ഫാറാവും, ഓർക്കൊക്കെ അത് സ്വീകരിച്ചെങ്കിൽ ഓരൊക്കെ രക്ഷപ്പെടും. ഈ നിസ്കരിക്കണവനും ഉപകാരമാവും. അവന് ഈ നിസ്കാരത്തിന്റെ ഈ മനുഷ്യന്മാർക്കൊക്കെ മയ്യത്ത് നിസ്കരിച്ച കൂലി കിട്ടൂലേ. അപ്പോ ഇത് ഹാജത്ത് അതിന്റെ മുക്തതയിലേക്ക് ഹാജത്ത് ക്ഷണിക്കണം. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ നിന്ന് അത് പറ്റുന്നും പറ്റൂല എന്നൊന്നും ദലീൽ വന്നിട്ടില്ല. അത് എന്നോട് കിയാസാക്കിക്കാണ്ട്, അത് എന്നോടാ കിയാസാക്കണേ. നജാഷി രാജാവിനോട് എന്റെ മേലിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യത്ത് നിസ്കരിച്ച് ഹിജറ 9-ാം കൊല്ലത്തില് എത്യോപ്യ ഭരിച്ചിരുന്നതായിരിക്കുന്ന നജാഷി രാജാവ്. നജാഷി രാജവംശത്തിനുള്ള ഒരു പേരാണ് കേട്ടോ. ഏതുപോലെ കിസ്റ എന്ന് പറഞ്ഞ പേർഷ്യ ഭരിക്കുന്ന രാജാക്കന്മാർക്കൊക്കെ ഉള്ള രാജദയമാതിരി, കൈസർ എന്ന് പറഞ്ഞ റോം ഭരിക്കുന്ന എല്ലാവർക്കും ഉള്ള ലഖബായതുപോലെ ഒരു ലഖബാണ് ഈ നജാഷി. തഖ്ഫീഫായിട്ട് നജാഷി. അവരെ പേര് സ്വഹമത്ത് എന്നായിരുന്നു ആ രാജാവിന്റെ പേര്. അവരെ കാലത്താണ് മുസ്ലിങ്ങൾ എന്ത് ചെയ്തു? മദീനയിലേക്ക് ഹിജറ പോണതിന്റെ മുമ്പ് എത്യോപ്യയിലേക്ക് 2 പ്രാവശ്യം ഹിജറ പോവുകയും അവർക്ക് ഈ നജാഷി രാജാവ് അഭയം കൊടുക്കുകയും ഒക്കെ ചെയ്ത്. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാജാക്കന്മാർക്കൊക്കെ ഇതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്ത് എഴുതിയപ്പോൾ ആ കത്ത് സ്വീകരിച്ച് അവർ മുസ്ലിമായി. അങ്ങനെ അവർ മരിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് അവർ മരിച്ചു വിവരം പറയുകയും അവരെ സംഘടിപ്പിച്ചുകൊണ്ട് ഗായിബിന്റെ മേലെ മയ്യത്ത് നിസ്കരിക്കുകയും ചെയ്തു. അതിനോട് കിയാസാക്കി കണ്ടാണ് ഇത് ലോകത്ത് മരിച്ച്
കുളിപ്പിച്ച് കഫൻ ചെയ്തോൽക്കൊക്കെ വേണ്ടി നിസ്കരിക്കുക എന്നുണ്ട്. അപ്പോ ആ കിയാസ് അതിലേക്ക് ഹാജത്ത്, അതിന്റെ മുക്തതയിലേക്ക് ഹാജത്ത് ക്ഷണിക്കുന്നതായിരിക്കുന്ന കിയാസാണ്. ഇത് ഹുജ്ജത്താണോ അല്ലേ? പിന്നെ ഇത് ഹുജ്ജത്താണ്. ഈ കിസ്മ ഹുജ്ജത്താണ്. ഹാജത്ത് അതിലേക്ക് ക്ഷണിക്കുമെങ്കിൽ അത് ഹുജ്ജത്തല്ല എന്ന് അറിയുന്ന പോലെ തെളിവ് എന്താന്ന് വെച്ചാൽ ആ കിയാസിന്റെ ആവശ്യമില്ലല്ലോ. ഈ വിഷയം ആവശ്യമാണ് എന്നുള്ളത് തന്നെ ദലീലല്ലേ. അപ്പൊ അതിന്റെ ഓർമ്മ വേറെ എന്തിനാ കിയാസിന്റെ ആവശ്യം? അതിന്റെ നജാഷിന്റെ നിസ്കാരത്തിനോട് എന്തിനാ കിയാസാക്കണ്? നമുക്ക് ആലോചിച്ചാൽ തന്നെ അത് മരിച്ചവർക്കും നിസ്കരിച്ചവർക്കും ഉപകാരമാണ്. അപ്പൊ അത് ആവശ്യമാണ് എന്നുള്ളത് തന്നെ പോരെ ദലീലായിട്ട് ഉണ്ടോ എന്നാണ് ഇപ്പൊ എന്ത് പറഞ്ഞത്. അത് തെളിവ് ആവൂല എന്ന് പറഞ്ഞവര് പറയുന്നത്. അതിന് മറ്റവർക്ക് അറിയാനുള്ളത് എന്താ? രണ്ട് ദലീലിന്റെ ആയിക്കോട്ടെ, ഒരു ഹുക്കുമിന് രണ്ട് ദലീലുണ്ടാണ്. അതിനെന്താ? ഉമൂമുൽ ഹാജത്തും ദലീലാണ്, ഖിയാസും ദലീലാണ്. മറ്റേ ഷിക്കില്, അതായത് ഹാജത്ത് എന്ത് ചെയ്തു? അതിന്റെ മുക്തവന്റെ അതിന്റെ എതിരിലേക്ക് ക്ഷണിച്ചു. ആ ഖിയാസ് എന്തല്ല, ദലീലല്ല എന്ന് പറയുന്നവർക്കുള്ള കാരണം ആ ഖിയാസിനോട് ഉമൂമുൽ ഹാജത്ത് എതിരായി. അപ്പൊ ദമാനുദ്ദറക്ക് ഖിയാസിന്റെ മുക്തവ അത് സഹിയാകാതക്കലാണ്. പക്ഷെ ഹാജത്തയിലേക്ക് ക്ഷണിക്കുന്നു, അത് സഹിയാവുന്നതിലേക്ക് ക്ഷണിക്കുന്നു. അപ്പൊ ഈ ഖിയാസ് എന്തായതിനു വേണ്ടി ഉമൂമുൽ ഹാജത്തിനോട്, ഹാമായ ഹാജത്തിനോട് എതിരായതുകൊണ്ട് ഈ ഖിയാസ് എന്തല്ല, അത് ശരിയല്ല എന്ന് ഒരു ഓർഡർ. അതിന് നമ്മൾ പറയണേ ഖിയാസ് ദലീൽ തന്നെയാണ്. അപ്പൊ അവിടെ ഖിയാസും ദലീല്, ഉമൂമുൽ ഹാജത്തും ദലീല്. അപ്പൊ രണ്ട് ദലീൽ നമ്മൾ തആറുദായി. തആറുദാവുമ്പോൾ രണ്ടാലൊന്നിനെ മറ്റേനേക്കാൾ ഖിയാസാക്കും, ഇതാക്കും. അങ്ങനെ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? ഈ ഖിയാസിനെ ഉമൂമുൽ ഹാജത്തിനെ ഖിയാസിനേക്കാൾ മുന്തിച്ച്. എന്നിട്ട് നമ്മൾ പറഞ്ഞു ദമാനുദ്ദറക്ക് എന്ന് പറഞ്ഞ ഖിയാസ് തന്നെ, ഹുജ്ജത്ത് തന്നെ, ദലീൽ തന്നെ. പക്ഷെ അതിനേക്കാൾ അഹവയായ ഒരു ദലീല്, ഉമൂമുൽ ഹാജത്ത് പറഞ്ഞ ദലീല് എതിരായതുകൊണ്ട് നമ്മൾ ഉമൂമുൽ ഹാജത്തിന് മുൻഗണന നൽകി എന്ന് പറയും. പിന്നെ ومنها وهو مثال للأول صلاة الإنسان على من مات من المسلمين في مشارق الأرض ومغاربها وغسلوا وكفنوا في ذلك اليوم. القياس يقتضي جوازها. ഖിയാസിന്റെയും അത് ജായിസാകലത്തോടും വഅലൈഹി റൂയാനി, വഅലൈഹി ഐ അലൽ ജവാസ് അർറൂയാനി لأنها صلاة على غائب والحاجة داعية لذلك لنفع المصلي والمصلى عليهم. ولم يرد من النبي صلى الله عليه وسلم بيان لذلك. ووجه منع القياس في الشق الأول. ഒന്നാമത്തെ ഷെക്കല് അതായത് ഹാജത്ത് അതിന്റെ മുഖത്തതയിലേക്ക് ക്ഷണിക്കണ ഖിയാസ്, അത് ഹുജ്ജത്താകാതൊക്കെയുള്ള കാരണം അൽ ഹാജ. വഫിസാനി രണ്ടാമത്തേല് മൻഇന്റെ വജ്ഹ് ഏതാണ്? മുആറദത്തു ഉമൂമിൽ ഹാജത്തി ലഹു വൽ മുജീസിങ്ങളിൽപ്പെട്ട മുസന്നിഫ് മുജീസ് ഫിൽ അവ്വലി ഖാല ലാ മാനിഅ മിൻ ദമ്മി ദലീലിൻ ഇലാ ആഖർ. ഒരു ദലീൽ, രണ്ട് ദലീലുണ്ടായിക്കോട്ടെ, ഒരു ദലീലിലേക്ക് മറ്റൊരു ദലീലോടി കൂടുന്നേ കുഴപ്പമില്ല. വഫിസാനി രണ്ടാമത്തതില് അതായത് ഉമൂമുൽ ഹാജത്ത് അതിന്റെ എതിരിലേക്ക് ക്ഷണിച്ചു കൊടുത്ത് ഖദ്ദമൽ ഖിയാസ് അലാ ഉമൂമിൽ ഹാജ. അവരെന്ത് ചെയ്തു? ഖിയാസിന് മുൻഗണന നൽകി. അലാ ഉമൂമുൽ ഹാജത്തി, ഉമൂമുൽ ഹാജത്തിനേക്കാൾ ഖിയാസിന് മുൻഗണന നൽകി. പിന്നെ ഖിയാസിന് മുൻഗണന നൽകിയ ഉമൂമുൽ ഹാജത്തിനേക്കാൾ, അല്ലെങ്കിൽ ഉമൂമുൽ ഹാജത്തിന് ഖിയാസിനേക്കാൾ മുൻഗണന നൽകി. അതാണ് അപ്പോൾ വ്യക്തമതേ ദമാനുദ്ദറക്കില് ഇബ്നു സുറൈജ് അല്ലേ പറ്റൂല എന്ന് പറഞ്ഞ, ബാക്കിയുള്ളവരൊക്കെ പറ്റൂന്നാണല്ലോ പറഞ്ഞത്. പിന്നെ അതായത് രണ്ടാമത്തേലും അവരെന്ത് പറഞ്ഞു? താറുദായി എന്ന് പറഞ്ഞുകൊണ്ട് ഖിയാസ് ദലീലല്ല എന്ന് വരൂല. വേറെ ആയത്തിനോട് എതിരുണ്ടാവും ചിലപ്പോ.
ആയത്തൊരു ഹദീസിനോട് എതിരുണ്ടാവും, ഹദീസിനോട് എതിരുണ്ടാവും, ഹദീസ് ആയത്തിനോട് എതിരുണ്ടാവും. താറുതായി എന്ന് പറഞ്ഞുകൊണ്ട് ദലീലല്ലാന്ന് വരിക, അല്ല താറുതായി. അപ്പൊ പിന്നെ ഖിയാസും ഉണ്ട്, ഉമൂമുൽ ഹാജത്തും ഉണ്ട്. രണ്ടും താറുതായി, രണ്ടും ദലീൽ തന്നെയാണ്. രണ്ട് താറുതാവുമ്പോ പിന്നെന്താ, രണ്ടാറ് ഒന്നിന് മറ്റേനേക്കാൾ മുൻഗണന നൽകുക. അപ്പൊ നമ്മുടെ ഉമൂമുൽ ഹാജത്തിനെ മുൻഗണന നൽകി കണ്ട് എന്ത് ചെയ്തു, വമാനു തറക്ക് സഹിയാണ് എന്ന് വ്യക്തമതായി. പിന്നെ അത് സഹിയാക്കാത്തോല് പോലും എന്ത് ചെയ്തു, ഖിയാസിന് മുൻഗണന നൽകി. അപ്പോ ഏതായാലും ഹാജത്തിനോട് ഉമൂമുൽ ഹാജത്തിനോട് എതിരായി പറഞ്ഞോട് ഖിയാസല്ല എന്ന് വരും, ദലീലല്ല എന്ന് വരൂല. പിന്നെ വേറെ ചിലവര് പറഞ്ഞു അക്ലുകൊണ്ട് സുബൂത്താകുന്നതായിരിക്കുന്ന കാര്യം, അക്ലുകൊണ്ട് സുബൂത്താകുന്നതായ കാര്യം ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകുന്ന, സ്ഥിരപ്പെടുത്താൻ കഴിയുന്നതായിരിക്കുന്ന ഹുക്കുമ് അതില് ഖിയാസ് ഹുജ്ജത്തല്ല. പിന്നെ قالوا لاستغنائها عنه بالعقل لاستغناء العقليات عنه أي عن القياس بالعقل متعلق باستغناء. അപ്പോ അഖലിയാത്ത് ഏതിനെ തൊട്ട്, ഖിയാസിനെ തൊട്ട് അഖല് കൊണ്ട് ആവശ്യം തോറുന്നു, ഖിയാസിന്റെ ആവശ്യമില്ല, അഖല് മതിയല്ലോ. ومن أجاز قال لا مانع من ضم دليل إلى دليل آخر. ജായിദാക്കിയോൽ എന്താ പറഞ്ഞത്, രണ്ട് ദലീലുണ്ടായിക്കോട്ടെ, മുസന്നിഫൊക്കെ ഭയപ്പെട്ടതാണ്, രണ്ട് ദലീലുണ്ടായിക്കോട്ടെ, അഖിൽ കൊണ്ടും സുബൂത്താവും, അഖിലിയായ ദലീൽ കൊണ്ടും സുബൂത്താവും, ഖിയാസ് കൊണ്ടും സുബൂത്താവും. അപ്പൊ ഒരു വിഷയത്തിന് രണ്ട് ദലീല്. مثال ذلك قياس الباري تعالى على خلقه في أنه يرى بجامع الوجود إذ هو علة الرؤية. ഇത് ഖിയാസുൽ ബാരി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ പടപ്പുകളോട് ഖിയാസാക്കുക. ഏത് വിഷയത്തില്? അള്ളാഹുവിനെ കാണാൻ പറ്റും എന്നുള്ള വിഷയത്തില്. അള്ളാഹുവിനെ കാണാൻ പറ്റൂലേ? മൈത്തുതലത്ത് പറഞ്ഞത് അള്ളാഹിനെ കാണാൻ പറ്റൂല, കാരണം അള്ളാഹ് കാണാൻ പറ്റിയ ഒരു വസ്തു അല്ല. കാരണം കാണണമെങ്കിൽ, ഒരു വസ്തുവിനെ കാണണമെങ്കിൽ ആ വസ്തു എന്ത് ചെയ്യണം, അത് നമ്മളെ കണ്ണിന്റെ മുന്നിലോട്ട് വരണം. എന്നിട്ട് ഒരു നിശ്ചിത ദൂരത്ത് നമ്മളെ കണ്ണിന്റെ മുന്നിൽ ഹാദിറാവണം. അള്ളാഹു താലാക്ക് ജഹത്തില്ല. അപ്പൊ അള്ളാഹു താല നമ്മളെ ദൃഷ്ടിയില് ഒരു പ്രത്യേക സ്ഥലത്ത് അള്ളാഹു താല സുബൂത്താകുക എന്നുള്ളത് ഉണ്ടാവൂല. അപ്പൊ അള്ളാഹുവിനെ കാണാൻ പറ്റൂല. അപ്പൊ അള്ളാഹുവിനെ കാണാൻ പറ്റുമെന്ന് വന്ന ഹദീസൊക്കെ ഓല് തള്ളും. കാരണം ഒരു ബുദ്ധി കൊണ്ട് ഹദീസിനെ തള്ളുന്നവരാണ്. സഹീഹ് ബുഖാരി മുത്തഫഖുൻ അലൈഹി ഹദീസായിട്ട് ഓൽക്ക് കാര്യമില്ല. ബുദ്ധിക്കൊക്കാത്ത ഓല് തള്ളും. ആയത്ത് പറഞ്ഞോ ഓല് തെവീലും ചെയ്യും. ഞാൻ വുജൂഹു യൗമഇദിൻ നാദിറത്തുൻ ഇലാ റബ്ബിഹാ നാദിറ, അതായത്താണ്. ആയത്ത് ശരിയല്ല അറിയാൻ പറ്റില്ല. അപ്പൊ അതിനവര് പറയും ഇലാ റബ്ബിഹാ നാദിറ എന്ന് പറഞ്ഞാൽ നിഅമ റബ്ബിഹാ നാദിറ എന്നാണ്. ഇല എന്ന് പറഞ്ഞാൽ അവിടെ എന്തല്ല, ചെറുതിന്റെ അർപ്പല്ല, അത് നിഅമത്ത് എന്നുള്ള മാനാക്ക് ഇല എന്ന് പറയും. നിഅമത്ത് എന്നുള്ള മാനാക്ക് അതിന്റെ ജമ്മാണ് ആലാഹ്. അപ്പൊ അള്ളാഹുവിന്റെ നിഅമത്തിനെ കാണുന്നതാണ്, അള്ളാഹിനെ കാണുന്നല്ല. അപ്പൊ ഏതായാലും നമ്മളിപ്പം അള്ളാഹുവിനെ കാണും എന്ന് നമുക്ക് സുബൂത്താക്കാൻ വേണ്ടി നമ്മൾ ഖിയാസാക്കുക. മഖ്ലൂഖിനെ നമ്മൾ കാണൂലേ, അതുപോലെ തന്നെ അള്ളാഹുവിനും കാണും. മഖ്ലൂഖിനെ കാണാനുള്ള കാരണം എന്താണ്? അത് മൗജൂദാണ്, യഥാർത്ഥത്തിൽ അതിന് വുജൂദുണ്ട് എന്നുള്ളതല്ലേ. അതുപോലെ അള്ളാഹു തആലയും എന്താവും, കാണാം. കാണല് ജായിസാണ്. പിന്നെ ആ ജായിസായ കാര്യം ഉണ്ടാകുമെന്ന് ഒരുപാട് ഹദീസ് കൊണ്ടും ആയത്ത് കൊണ്ടും സുബൂത്തായിട്ടുമുണ്ട്. അപ്പൊ അത് അഖിലിയായി ജായിസുമാണ്, സംഭവിക്കുന്നതുമാണ്. അപ്പൊ അവിടെ ഇത് അഖിലിയാണ്. അള്ളാഹുവിനെ കാണാൻ പറ്റൂല. അള്ളാഹുവിനെ കാണൂല എന്നുള്ളത് ശർഈയാണ്. അള്ളാഹുവിനെ കാണാൻ പറ്റൂല എന്നുള്ള അഖിലുകൊണ്ട് ചിന്തിച്ച സുബൂത്താക്കാൻ പറ്റുന്നതായ കാര്യമാണ് എന്നതിനോട് കൂടെ അതിലൊരു ഖിയാസാണ് നടത്തി. അള്ളാഹിനെ ഇതിനോട് ഖിയാസാക്കി, മഖ്ലൂഖാത്തിനോട് ഖിയാസാക്കി.
ഉജൂദ് എന്നുള്ള ജാമ്യ കൂടെ ഇവിടെ ഈ ഖിയാസിന് പ്രസക്തി ഉണ്ടോ? നമ്മൾ പറഞ്ഞ പ്രസക്തി ഉണ്ട് എന്നാ. അപ്പൊ അള്ളാഹുവിന്റെ റുയത്തുള്ളാന്റെ ജവാദ് നമുക്ക് അക്കൽ കൊണ്ടും തുബൂത്താക്കാം, ഖിയാസ് കൊണ്ടും തുബൂത്താക്കാം. രണ്ട് ദലീലുണ്ട് അതിന്. വേറെ ചിലരെന്ത് ചെയ്തു? അസ്ലിയായ നഫിയിൽ ഖിയാസ് പാടില്ല. അസ്ലിയായ നഫി ബറാഅത്തു ദിമ്മത്ത്, അൽ ബറാഅത്തുൽ അസ്ലിയ, ബറാഅത്തുൽ അസ്ലിയ കൊണ്ട് സുബൂത്താവുന്നതായിരിക്കുന്ന ഒരു ഹുക്കുമാണെങ്കിൽ അവിടെ ഖിയാസ് കൊണ്ടായി സുബൂത്താക്കിയ ആ ഖിയാസിന് പ്രസക്തി ഇല്ല എന്നവരും. ബറാഅത്തുൽ അസ്ലിയ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഒരു മുജ്തഹിദ്, നമ്മളല്ല, ഒരു മുജ്തഹിദ്, പൂർണ്ണ ഇജ്തിഹാദിന് അധികാരമുള്ളതായിരിക്കുന്ന ഒരു മുജ്തഹിദ് ഒരു ഹുക്കുമിന് വല്ല ദലീലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് അവര് ക്ഷീണിക്കണത് വരെ അന്വേഷിച്ചിട്ടൊന്നും എന്ത് ചെയ്തില്ല, അവർ ദലീൽ കിട്ടിയില്ല. അപ്പൊ അവര് പറയാം അങ്ങനെ ഒരു ഹുക്കുമില്ല. എന്താ അതില്ല എന്നുള്ള തെളിവ്? മദ്ദലീൽ അദ്ദലീലു അദമുദ്ദലീൽ. കാരണം അതിനൊരു ദലീലില്ല. ദലീലില്ല എന്നെങ്ങനെ? അത് ഞാൻ അതിനകത്ത് അന്വേഷിക്കാൻ എനിക്ക് കഴിവുള്ള ആളുമാണ്. കഴിവുള്ളതിനോട് കൂടെ ഞാൻ അന്വേഷിച്ചു, ഒരു വീഴ്ചയും വരുത്താതെ അന്വേഷിച്ചു, എന്നിട്ടൊന്നും അതിനൊരു ദലീലിട്ടില്ല. അപ്പൊ ദലീലില്ലാതെ ഒരു ഹുക്കും ഉണ്ടാകാൻ പറ്റൂല. കാരണം ദലീലില്ലാതെ അള്ളാഹു ഒരു ഹുക്കും നമ്മളവരെ ഏർപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് തക്ലീഫുൽ ഖാഫിലാവൂലേ? അപ്പൊ അതുകൊണ്ടൊന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ ആറാമത്തെ നിസ്കാരമില്ല, 5 നിസ്കാരേ ഉള്ളൂ, ആറാമത്തെ നിസ്കാരമില്ല. എന്താ തെളിവ്? അദ്ദലീലു അദമുദ്ദലീൽ, ബറാഅത്തുൽ അസ്ലിയ. റജബ് നോൽമ്പ് നിർബന്ധമല്ല. എന്താ തെളിവ്? ബറാഅത്തുൽ അസ്ലിയ. ഇങ്ങനെ ബറാഅത്തുൽ അസ്ലിയ കൊണ്ട് സുബൂത്താവുന്നതായ വിഷയത്തിൽ ഖിയാസ് തെളിവല്ല. അതിന് കാരണം തന്നെ ബറാഅത്തുൽ അസ്ലിയ തന്നെ മതിയല്ലോ അത് സുബൂത്താക്കാന്, ഖിയാസിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ജായിദാക്കണവര് പറഞ്ഞ് കുഴപ്പമില്ല, രണ്ടും ദലീലായിക്കോട്ടെ. ومنعه آخرون في النفي الأصلي أي بقاء الشيء على ما كان قبل ورود الشرع بأن ينتفي الحكم. ഷറഅ വരുന്നതിന്റെ മുമ്പ് ഹുക്കുമില്ലല്ലോ. ഒരു വസ്തു നിർബന്ധമാണില്ല, ഒരു വസ്തു ഹറാമാണില്ല, ഒരു വസ്തു സുന്നത്താണില്ല, ഒരു വസ്തു ഹറാത്താണില്ല, ഒരു വസ്തു മുബാഹാണില്ല. ആ അവസ്ഥയിൽ തന്നെ ഒരു വസ്തു നിൽക്കുക. അപ്പോ നിസ്കാരങ്ങളൊന്നും വാജിബായിരുന്നില്ല ഷറഅന്റെ മുമ്പ്. പിന്നെ 5 നിസ്കാരം വാജിബായി. ആറാമത്തെ നിസ്കാരം അത് ഷറഅന്റെ മുമ്പുള്ള അതേ അവസ്ഥയിൽ തന്നെ നിലനിന്നു. അതിന്റെ മുദറക്കയിലെ ദലീലില്ലാത്തതിന് വേണ്ടി. എങ്ങനെ ദലീലില്ല എന്ന് മനസ്സിലായി? മുജ്തഹിദ് ദലീലിനെ എത്തിച്ചില്ല. ബഅദൽ ബഹസി അൻഹു, ദലീലിനെ സംബന്ധിച്ച് അന്വേഷിച്ച ശേഷം യാതൊരു വീഴ്ചയും വരുത്താതെ അന്വേഷിച്ചിട്ടും മുജ്തഹിദ് ദലീൽ കണ്ടില്ല. ഫൈദാ വുജിദ ശൈഉൻ യുഷ്ബിഹുഹു ദാലിക. അപ്പൊ വേറൊരു വസ്തുവിനെ അതുപോലെ റജബിന്റെ നോമ്പ് പോലെ ഫൈദാ വുജിദ ശൈഉൻ യുഷ്ബിഹു ദാലിക ലാ ഹുക്മ ഫീഹി. ലാ യുഷ്ബിഹു ദാലിക പറഞ്ഞതിന്റെ തഫ്സീർ തന്നെ ലാ ഹുക്മ ഫീഹി. ഖീല ലാ യുഖാസു അലാ ദാലിക. അപ്പോ എന്ത്? ഈ റജബ് നോമ്പിനെ 6ാമത്തെ നിസ്കാരത്തിനോട് ഖിയാസാക്കാൻ പറ്റൂല. ലിസ്തിഗ്നാഇ അനിൽ ഖിയാസി ബിന്നഫിൽ അസ്ലി. വഖീല യുഖാസു ഇദാ മാനിഅ മിൻ ദമ്മി ദലീലിൻ ഇലാ ആഖർ. അവിടെ നിന്നോട്ടെ. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين.